ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ യോഗീന്ദ്രാണാന്ത്വതംഗേഷ്വധികസുമധുരം മുക്തിഭാജാന്നിവാസോ ഭക്താനാം കാമവരിഷദ്യുതരുകിസലയന്നാഥ തേ പാദമൂലം നിത്യം ചിത്വസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാവാൻ പ്രതിശതു പരമാനന്ദസന്തോഹലക്ഷ്മീം ശ്രീഗുരുവായൂരപ്പാ ശരണം ശ്രീഗുരുവായൂരപ്പാ ശരണം ശ്രീഗുരുവായൂരപ്പാ ശരണം ഗജാനനം ഭൂതഗണാധിസേവിതം കപിധ്വജംഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം ശ്രീമഹാഗണപതേ നമഃ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം. ഭാഗവത ആരംഭത്തിൽ സർവേശ്വരനായ ശ്രീഹരിയെ നമസ്കരിച്ചു കൊണ്ടാണ് ആരംഭിക്കുന്നത്. സത്യം പരം ധീമഹി, സത്യസ്വരൂപനായ ഭഗവാനെ ധീമഹി എന്നാണ്, ബുദ്ധിയിൽ ധ്യാനിക്കാനാണ്. ഗായത്രിയുടെ ഒരു പദമാണ് ധീമഹി. ഗായത്രിയുടെ വ്യാഖ്യാനമാണ് ശ്രീമദ് ഭാഗവതം. 24 അക്ഷരമായ ഗായത്രിയുടെ വിസ്താരത്തിലൊരു വ്യാഖ്യാനമാണ് ശ്രീമദ് ഭാഗവതം. അതാണ് ഭാഗവതം വാസ്തവം മനസ്സിലാവുന്നതല്ല. കാരണം മനസ്സിലാവും തോറും മനസ്സിലായില്ല എന്നാണ് തോന്നുന്നത്. അത്രയും പ്രാധാന്യമാണ് അതും സത്യസ്വരൂപനായ ഭഗവാൻ. സത്യം എന്ന് വെച്ചാൽ തന്നെ സത്യഞ്ച സമദർശനെന്നാണ് ഏകാശ്വസ്കന്ധത്തിൽ പറയുന്നത്. രാത്രികാലത്തും ഒരുപോലെ ശോഭിക്കണ വസ്തു ഏതാണോ അതാണ് സത്യം. ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും ഒരുപോലെ ഇരിക്കണ വസ്തു, മാറ്റം വരാത്ത വസ്തു, കർമ്മങ്ങളെ കൊണ്ടോ കാലങ്ങളെ കൊണ്ടോ ഒന്നും മാറ്റം വരാത്ത വസ്തുവാണ് ഈശ്വരൻ. ആ ഈശ്വരനെയാണ് ഇവിടെ നമസ്കരിക്കുന്നത്. സത്യം പരം ധീമഹി. ഈ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ 100 ജില്ലാനും വ്യാഖ്യാനമുണ്ട്. ഈ സത്യം പരം ധീമഹി എന്ന പദത്തിന് അനവധി വ്യാഖ്യാനമാണ്. ഇതിലെ ഗണപതിയായിട്ടും ഭഗവതിയായിട്ടും ശാസ്താവായിട്ടും സുബ്രഹ്മണ്യനായിട്ടും എല്ലാം വ്യാഖ്യാനിക്കാൻ പറ്റിയ ശ്ലോകമാണ്. എല്ലാത്തിലെയും ചൈതന്യത്തെയാണ് ഇവിടെ നമസ്കരിക്കുന്നത്. ഈ കാണുന്ന വസ്തുക്കളൊക്കെ എവിടെ നിന്നുണ്ടായി? ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാൾ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി അസ്യ ജന്മാദി യഥാണ്. ഈ കാണുന്ന വസ്തുക്കളൊക്കെ എവിടുന്നുണ്ടായി? ഇതൊക്കെ എവിടെയാണ് നിലനിൽക്കുന്നത്? ഇതെങ്ങോട്ടാണ് വിലയം പ്രാപിക്കുന്നത്? നമ്മളൊക്കെ എവിടുന്ന് വന്നു? ഇപ്പം എവിടെയാണ് ഇരിക്കണത്? നമ്മളെ യാത്ര എങ്ങോട്ടാണ്? എത്ര ദൂരം യാത്ര ചെയ്തിട്ടുണ്ട്? ഇനി എത്ര ദൂരം യാത്ര ചെയ്യാനുണ്ട് ചോദിച്ചാൽ ആകെ പറയാൻ പറ്റിയ നിശ്ചയില്ല. വാസ്തവം ഇനി എത്ര ദൂരം പോകാനുണ്ട്, എത്ര ദൂരം യാത്ര ചെയ്തു എന്ന് വെച്ചാൽ നിശ്ചയില്ല.
നമ്മളൊക്കെ ഈശ്വരൻ നിന്നാണ് വന്നത്, ഈശ്വരനിലാണ് ഇരിക്കുന്നത്, ഈശ്വരനിലേക്കാണ് യാത്ര. ആ ഈശ്വരനെ പറ്റിയിട്ട് വേദം പോലും അനവധി വാക്യങ്ങളെ കൊണ്ടാണ്, എന്നിട്ടും എത്തുന്നില്ല. ഈശ്വരനെ പറഞ്ഞിട്ട് എത്തുന്നില്ല. പറയാൻ വാക്ക് വരണ്ടെന്നാ, പറഞ്ഞിട്ടും എത്താത്തതാണ് ആ സർവേശ്വരനായ ഭഗവാന്. അതും സ്വയം പ്രകാശിക്കുന്ന വസ്തു ഈശ്വരൻ, മറ്റുള്ളവർക്ക് പ്രകാശത്തെ കൊടുക്കുന്ന വസ്തു ഈശ്വരൻ. ആ സർവേശ്വരനായ ഭഗവാനെ നമസ്കരിക്കാം. ഏതൊരു ഈശ്വരനാണോ സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മദേവന് പോലും ശരിയായ ജ്ഞാനത്തെ ഉപദേശിച്ചത്, ആ സർവേശ്വരനായ ഭഗവാനെ നമസ്കരിക്കാം. നിഗമശതസ്രയുന്ന അനവധി വാക്കുകൾ, ശതസഹസ്രയുന്നാണ് അനവധി വാക്കുകളെ കൊണ്ടാണ് ഭഗവാനെ പറയാൻ ശ്രമിച്ചിട്ടും അവർക്ക് എത്തിയിട്ടില്ല. ആ വേദത്തെ കൊണ്ട് പറഞ്ഞാൽ കഴിയണമെന്നല്ല, എന്നാൽ വേദത്തിലെ ഭഗവാന്റെ മഹിമ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ വേദം മനസ്സിലാവണം തൊട്ടല്ലേ. വേദമാണെങ്കിൽ പരോക്ഷമാണ്. പരോക്ഷവാദോ വേദോയം. വേദത്തിൽ കേട്ടാൽ അങ്ങനെയാണ് തോന്നും, വാസ്തവം അർത്ഥം അങ്ങനെയല്ല, ചിന്തിച്ചുണ്ടാക്കണം. വേദത്തിന് പോലും പറഞ്ഞെത്താൻ പറ്റാത്തതാണ് ഈശ്വരൻ്റെ മഹിമ. ആ സർവേശ്വരനായ ഭഗവാനെ നമ്മൾ നമസ്കരിച്ച് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ തെളിങ്ങാന്ന ഭാഗവതം. ഈശ്വരൻ എന്താണെന്ന് പറഞ്ഞില്ല, ഇതൊരു കപ്ര. ഫലന്തതന്നിരസനേന ഭവന്നിധന. അല്ലാത്ത വസ്തുക്കളെ മാറ്റിയാൽ ശേഷിക്കുന്ന വസ്തുവാണ് ഇതല്ല 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 ഇതല്ല. ഇത് മാറ്റിപ്പോയാൽ നിഷേധശേഷോ ജയദാതശേഷ. നിഷേധിച്ചു പോയാൽ ബാക്കി വരുന്ന വസ്തുവാണ്. അത് വാക്കുകൊണ്ട് പറയാൻ പറ്റുന്നതല്ല, വാക്കുകൊണ്ട് പറയാൻ പറ്റുന്നതല്ല, ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും അറിയാൻ പറ്റുന്നതല്ല. അപ്പം ഏതാണ്ടൊക്കെ പറയാൻ പറ്റുള്ളൂ. ആ സർവേശ്വരനായ ഭഗവാനെ ബുദ്ധിയിൽ ധ്യാനിച്ചുകൊണ്ട്, അതും ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് നമ്മളും ആരംഭിക്കുക. ഗുരുഭവനപുരാധീശം ഏവ ആശ്രയാമ. ഗുരുവായൂരപ്പനെ നമസ്കരിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ ആശ്രയിച്ചുകൊണ്ട് ഞാൻ നല്ല പട്ടേരിപ്പാട് വയം ഗുരു പുരാധീശം ആശ്രയാമി ആശ്രയാവ ആശ്രയാമ. ബഹുവചനാണ്. നമ്മളെല്ലാവരും ശ്രീ ഗുരുവായൂരപ്പനെ നമസ്കരിച്ചുകൊണ്ട് ആരംഭിക്കുക. എപ്പോഴാണോ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഈ ജീവനിൽ വരുന്നത്, അപ്പോൾ കുറച്ചൊക്കെ മനസ്സിലായിന്ന് തോന്നും. കാരണം നമ്മളെ പഠിപ്പ് കൊണ്ടൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നതല്ല ഈശ്വരനെ. ആ സർവേശ്വരനായ ഭഗവാനെ നമ്മളും നമസ്കരിച്ചുകൊണ്ട് ആരംഭിക്കുക. പിന്നെ ഭാഗവതം വാസ്തവം പറയുന്നത് ലവലേശം കളവില്ലാത്ത ധർമ്മത്തെയാണ്. ധർമ്മപ്രോജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തുഹിവദം താപത്രയോന്മൂലനം. ധർമ്മത്തിനും കളവുണ്ടാവുമോ? ഇവിടെ കൈതവം ഒട്ടും ഇല്ലാത്ത ധർമ്മമാണ് ഭാഗവതം പറയും. ചില മറ്റുള്ള പുരാണങ്ങൾ കുറച്ചൊക്കെ കളവുണ്ടെന്ന് തന്നെയാണ് വേദവ്യാസൻ്റെ അഭിപ്രായം പോലും. വേദവ്യാസമാണ് ഉണ്ടാക്കിയ ആൾക്ക് പോലും കുറച്ചൊക്കെ കളവുണ്ടെന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തൃപ്തിയാവാഞ്ഞത്. വേദത്തെ നാലാക്കി പുരാണങ്ങളൊക്കെ നിർമ്മിച്ചിട്ടും വേദവ്യാസന് പോലും സമാധാനമായിട്ടില്ല വസ്തു. കാരണം ഇത് കുറച്ചൊക്കെ സ്കന്ധാദി പുരാണങ്ങളിൽ കുറച്ചൊക്കെ ഉണ്ടെന്ന് പട്ടേരിപ്പാടിനെ പറയുന്നുണ്ട്. എന്നാൽ ലവലേശം കളങ്കം ഇല്ലാത്ത ധർമ്മമാണ് ശ്രീമദ് ഭാഗവതം. ഒട്ടും കളങ്കമില്ല. കളങ്കമില്ലാത്ത ഈ ധർമ്മത്തെ സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. നിർമ്മത്സരാണാം സദാം വേദ്യം. നിർമ്മത്സരന്മാർക്ക് ഈ ധർമ്മം ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ, ഭാഗവധർമ്മം. നമ്മളുടെ ഒക്കെ വാസ്തവം മത്സരബുദ്ധിയുണ്ട്. എല്ലാ മേഖലയിലും കയറിയതാണ് ഈ മത്സരം. മത്സരിച്ചാൽ ഒരാൾ ജയിക്കുക, മറ്റാൾ തോൽക്കുക, അതാണ് മത്സരം. ഭാഗവതത്തിന് ജയമുള്ളൂ, തോൽവി ആർക്കുമില്ല. ഇനി ബാണയുദ്ധം നോക്കിയാൽ പ്രത്യേകിച്ചും അറിയാം. അവിടെ മഹാദേവനും ജയിച്ചു, ഭഗവാനും ജയിച്ചു, ഉഷയും ജയിച്ചു, അനിരുദ്ധനും ജയിച്ചു, ബാണനും ജയിച്ചു. അവിടെ ആർക്കും തോൽവിയില്ലാത്തതാണ്.
അപ്പോൾ ഈ നിർമ്മത്സരത്വം നമ്മളുണ്ടാവണം, മത്സര ബുദ്ധി നമ്മളിന്നും പോകണം. എങ്ങനെ പോകാൻ പറ്റും? ഈ മനസ്സിലെ വേണ്ടാത്ത വികാരം പോകണമെങ്കിൽ മത്സ്മൃത്യാത്മനശൗചം, ഭഗവാനെ സ്മരിച്ച് ഭഗവാനെ കീർത്തിച്ച് മനസ്സിലെ മാലിന്യം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ, ശുദ്ധേ മനസ്സി ഗോവിന്ദ, ശുദ്ധമായ മനസ്സിലെ ഭഗവാന്റെ പാദം തെളിഞ്ഞ് കാണൂ. ശുദ്ധമായ മനസ്സുണ്ടായാലേ ലജ്ജ വിട്ട് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. കൊച്ചു കളങ്കം ബാക്കിയുണ്ടല്ലേ ഫോണില്ലേ? ഇത് പോയാൽ തന്നെ ഉറക്ക നാമം ജപിക്കാൻ പറ്റണമെങ്കിൽ നമ്മളെ ഉള്ളിലുള്ള മാലിന്യം, ഇത് ഭഗവാനെ സ്മരിച്ച് ഭഗവാനെ കീർത്തിച്ച് കുറേ കീർത്തിച്ചാൽ ഈ മാലിന്യങ്ങൾ പോണത് കാണാം. നേത്രേ ജലം ഗാത്രരുഹേഷു ഹരിഷ, കണ്ണിൽ കൂടിയിട്ട് പോണത് അങ്ങനെ ശുദ്ധമായി കഴിഞ്ഞാൽ, മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശുദ്ധാവുന്നുണ്ട്. ആവില്ല എന്ന് പറയില്ല, ഭാഗവതം കേട്ടാൽ ശുദ്ധാവും, സംശയമില്ല. ശുദ്ധാക്കും ഭഗവാൻ നമ്മളെ ശുദ്ധാക്കും. ഇവിടെ വന്ന് ഇരുന്നാൽ മതി. കുറച്ചൊക്കെ ഉറക്കം വന്നേക്കാം, എന്നാലും കുറച്ച് കഴിഞ്ഞാൽ ഉറക്കമൊക്കെ പോയിക്കോളും. ശ്രദ്ധയോടുകൂടി ശ്രീമദ് ഭാഗവതം കേൾക്കാൻ സാധിക്കണം. അതും ആ ഭാഗവതം ഉൾക്കൊള്ളാൻ സാധിക്കുകയാണെങ്കിൽ വേദ്യം വാസ്തവം അത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ഇത് ശിവദത്തെ കൊടുക്കുന്നതാണ്. ശിവദ വെച്ചാൽ നന്മ എന്നർത്ഥം. എങ്ങനെ രുദ്രൻ ശിവനായി മാറി? പണ്ട് കരഞ്ഞിരുന്ന ആളാണ്. നാമാനി ഗുരുമേധാത, എൻ്റെ പേരെന്തൊക്കെയാണ്, ഞാൻ എവിടേക്കാണ് താമസിക്കേണ്ടത്, എൻ്റെ ഭാര്യമാരൊക്കെയാണ് ചോദിച്ചാണ് കരഞ്ഞിരുന്നത്. അങ്ങനെ ബ്രഹ്മദേവൻ്റെ അനുവാദത്തോടെ സൃഷ്ടി ആരംഭിച്ചു. അത് ഭൂതങ്ങളും പ്രേതങ്ങളൊക്കെ ആയിരുന്നു. ബ്രഹ്മദേവൻ പറഞ്ഞു സൃഷ്ടിക്കാറായിട്ടില്ല എന്ന് പറഞ്ഞ് സംഘങ്ങളോടുകൂടി ശ്രീഹരിയെ സേവിക്കാൻ പറഞ്ഞേച്ച് അനവധി കാലം ശ്രീഹരിയെ സേവിച്ച് ഈ രുദ്രനാണ് ശിവനായി, ശിവോ ഭൂൽ, ശിവനായി മാറി. നമ്മളൊക്കെ വാസ്തവം ഈ ശിവത്വമാണ് നമ്മൾ ഉണ്ടാവേണ്ടത്. ഈ ശിവത്വം ഉണ്ടാവണമെങ്കിൽ നമ്മളൊക്കെ ശിവനാണ്. അല്ലാത്തൊക്കെ കളഞ്ഞാലേ ശിവത്വം. മാത്രമല്ല ശിവൻ എവിടെത്തി? ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം. ശിവമാർഗത്തെ ഉപദേശിക്കുന്ന ഗുരുനാഥനായിട്ടാണ്. ആ ശിവമാർഗമാണ് ഭാഗവതം പറയുന്നത്. ഇതും ഭാഗവതം കേൾക്കണം എന്ന് വിചാരിച്ചാൽ തന്നെ സദ്യ പെട്ടെന്ന് തന്നെ ശ്രീഹരി ഉള്ളിൽ പ്രവേശിക്കുന്നതാണ്. തൽക്ഷണ ഒരേ അർത്ഥമുള്ള വാക്കാ കൊടുത്തത്. പെട്ടെന്ന് തന്നെ കേൾക്കണം എന്ന് വിചാരിച്ചാൽ തന്നെ ശ്രീഹരി ഉള്ളിൽ പ്രവേശിക്കുകയാണെങ്കിൽ ശരിക്ക് കേട്ടാളുടെ അവസ്ഥയോ? ശരിക്ക് കേട്ടാ ഇന്നലെ മഹാത്മ പറഞ്ഞിട്ടാണ് കേൾക്കണം എന്ന് വിചാരിച്ചപ്പോൾ തന്നെ ജ്ഞാനവൈരാഗ്യങ്ങളുടെ ആ വാർദ്ധക്യമൊക്കെ മാറിക്കഴിഞ്ഞു. ഇന്നലെ കേൾക്കാൻ തെടുങ്ങിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ കേൾക്കണം എന്ന് വിചാരിച്ചപ്പോഴേക്ക് തന്നെ നന്മ ഉണ്ടായെങ്കിൽ ശരിക്ക് ശ്രീമദ് ഭാഗവതം ശ്രദ്ധയോടുകൂടി കേട്ടാൽ എന്താ നിശ്ചയല്ലേ പറയല്ലേ? അത്രയും മഹാത്മ്യമാണ് ഭാഗവതത്തിന്. വേദവ്യാസരാണെങ്കിൽ ഇതിനു ശേഷം വേറൊരു ഗ്രന്ഥം നിർമ്മിച്ചിട്ടില്ല. ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര. ഭാഗവതം എടുത്തിയ ആൾക്ക് ഇവിടെ വ്യാഖ്യാനം കിം പരൈ ഗ്രന്ഥൈന. ഭാഗവതം എടുത്ത ആൾക്കാർക്ക് മറ്റൊരു ഗ്രന്ഥം എടുക്കേണ്ട ആവശ്യമില്ല. കിട്ടേണ്ട എന്താണോ അത് ശ്രീമദ് ഭാഗവതം തരും. എന്താ ഭാഗവതം കൊണ്ട് നേടേണ്ടത്? ഭഗവത് പാദഭക്തിയാണ്. അത് ഭാഗവതം കൊണ്ട് നേടാൻ സാധിക്കും. കാരണം ഭാഗവതം വേദസാരമാണ്. നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാത് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസം ആലയം അഭിപിബത. മതിയാവോളം കുടിക്കാൻ. എങ്ങനെ ഭാഗവതം കുടിക്കുക? നേത്രൈഹ ശ്രോത്രൈശ്ച പീത്വാ. കണ്ണുകളെ കൊണ്ടും കാതുകളെ കൊണ്ടുമാണ്.
കണ്ണുകളെ കൊണ്ട് ശ്രീഹരിയുടെ രൂപത്തെ കാണുക, കാതുകളെ കൊണ്ട് ഭഗവാന്റെ കഥകൾ അങ്ങനെ കേൾക്കുക, കാണുക, കേൾക്കുക. അങ്ങനെ കണ്ടും കേട്ടും ഉദ്ധവനായിട്ട് മാറണം. ഉദ്ധവനായാൽ തോന്നും കിം ശാസ്ത്രൗഹയ്യ കിമിഹ തപസാ ഇതേവരെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. എന്താ ഉണ്ടാകുന്നത് പോയപ്പോഴാണ് അനുഭവമായത്. അതുപോലെ ഈ ഭാഗവതം ശരിക്ക് കേൾക്കുക, ഭഗവത് സ്വരൂപത്തെ കാണുക. ഈ കണ്ണെന്തിനാ വാസ്തവം തന്നത്? കണ്ണെന്തിനാ ഭഗവാൻ തന്നത്? ഈ ഭഗവത് സ്വരൂപത്തെ കാണാനാണ്. കണ്ണില്ലാത്ത ആൾക്ക് ഭാഗവതം വായിക്കാൻ പറ്റുമോ? അപ്പം നമ്മളോട് ഗുരുവായൂരപ്പൻ്റെ കാരുണ്യമാ ഭഗവാൻ നമുക്ക് കണ്ണ് തന്നു ഇല്ലേ? കണ്ണ് തന്നു, കാതും തന്നു ഇല്ലേ? എത്രയോ ആൾക്കാർ കണ്ണ് കാണാൻ വയ്യാത്ത ആൾക്കാരുണ്ട്, എത്രയോ ആൾക്കാർ കാത് കേൾക്കാൻ വയ്യാത്ത ആൾക്കാരുണ്ട്. നമുക്ക് ഭഗവാൻ തന്നു. അപ്പം ഇതിൻ്റെ ഈ ഇന്ദ്രിയം സഫലമാക്കാൻ സാധിക്കണം. എല്ലാ ഇന്ദ്രിയങ്ങളും സഫലമാക്കാൻ ഭഗവാനെ ആശ്രയിക്കണം. വേദസാരമാണ്, വേദവൃക്ഷത്തുനിന്നുണ്ടായുള്ള ഫലമാണ് ശ്രീമദ് ഭാഗവതം. അതും ശുഖമുഖാത് അമൃതദ്രവ സംയുതം. ശ്രീശുഖനാകുന്ന തത്തയാണ് തീർത്തത്. ശുഖം ചാ തത്ത എന്നർത്ഥം. തത്ത നല്ലത് മാത്രമേ എടുക്കുള്ളൂ, വേണ്ടാത്തൊന്നും. ശ്രീശുഖനാകുന്ന തത്തയാണ് ശ്രീമദ് ഭാഗവതമാകുന്ന വേദഫലത്തെ സ്വീകരിച്ചത്. അതുകൊണ്ട് ഇതാണ് കുടിച്ചോളൂന്ന മതിയാവോളം പിബത ഭാഗവതം രസം ആലയം അഭി. അതും മുഹുരഹോ രസിക ഭുവി ഭാവുക. ഹേ ഭാഗ്യവാന്മാരെ എന്നാ നമ്മളെ ഭാഗവതം വിളിച്ചത്. കാരണം ഇവിടെ വരാൻ പറ്റിയില്ലേ, ഈ ഗണപതി സന്നിധിയിൽ എത്താൻ സാധിച്ചില്ലേ? ഇത് എവിടെയോ നടക്കുന്ന നമ്മളെ ബലാത്കാരേന ഭഗവാൻ പിടിച്ചു കൊണ്ടുവന്നിക്കുകയാണല്ലേ. നമ്മൾ വേണിച്ചിട്ടല്ല, പിടിച്ചു കൊണ്ടുവന്നിക്കുകയാണ്. ഭഗവാന്റെ കാരുണ്യം കൊണ്ടുവന്ന് ഇവിടെ ഇരിക്കൂ, എൻ്റെ കഥ കേൾക്കൂ എന്ന് ഭഗവാൻ തന്നെ പിടിച്ചു കൊണ്ടുവന്നിക്കുക. നമ്മളെ പിടിച്ചു ഇവിടെ ഇരുത്തി. ഇനി ഇരുന്ന് ഉറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. മഹാത്മാക്കളുടെ പ്രഭാഷണമാണ് വരാൻ പോണത്. വലിയ വലിയ മഹാത്മാക്കളുടെ പ്രഭാഷണം കേൾക്കണമെങ്കിൽ ആദ്യം തന്നെ അടിത്തറ നേരെ ആവണം. എന്നാലേ മുകൾക്ക് കിട്ടിയാൽ നേരായില്ലെങ്കിൽ ചിലപ്പോൾ ഇടിഞ്ഞു പൊഞ്ഞ് വീഴും ഇല്ലേ? അപ്പം അടിത്തറ നേരെ ആവണം. എന്താണ് നേടേണ്ടത് ശ്രീമദ് ഭാഗവതം എന്നിവിടെ ആദ്യം തന്നെ കാണിച്ചു തരാണ്. അതും നാരദ മഹർഷി ഒന്നും കൂടിയും പറയും ഇനി കുറച്ച് കഴിഞ്ഞാൽ. യൂയന്ത്രലോകേ ഭൂരിഭാഗ. നിങ്ങളാണ് കേട്ടോ ഭാഗ്യവാന്മാർ, നിങ്ങളാണ്. സൂതൻ ഒന്നും കൂടിയും പറയും പറ്റുന്ന ഭൂരിഭാഗ്യ. ഭാഗ്യം എന്ന് പറഞ്ഞാൽ പോരാ, ഭൂരിഭാഗ്യ. എത്രയോ അധികം ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് നമ്മൾ അല്ലേ? ഇവിടെ എത്താൻ സാധിച്ചില്ലേ? അതിനൊരു രംഗത്തെ ഭാഗവതം കാണിച്ചു വന്നു. അതും നൈമിഷാരണ്യത്തിൽ അസംഖ്യം ഋഷീശ്വരന്മാർ ഒരു ഭാഗവത സത്രം തുടങ്ങിയെന്നാണ്. അതും കലിബാധ ഏൽക്കാത്ത സ്ഥലമാണ് നൈമിഷാരണ്യം. ഋഷീശ്വരന്മാർ ബ്രഹ്മദേവനെ സമീപിച്ച് ചോദിച്ചു, കലിബാധ ഏൽക്കാത്ത സ്ഥലം ഏതാണെന്ന് ചോദിച്ചപ്പം ഒരു ചക്രത്തെ നിർമ്മിച്ച് ഈ ചക്രം ഉരുട്ടി കൊടുത്തു. ഈ ചക്രം എവിടെ വെച്ചാണോ പൊട്ടുന്നത് അവിടെ കലിബാധ ഏൽക്കില്ലെന്ന്. ആ ചക്രം പൊട്ടിയ സ്ഥലമാണ് നൈമിഷാരണ്യം. അരണ്യച്ച കാടിൽ വെച്ചാണ് ചക്രം പൊട്ടിയ സ്ഥലമാണ് നൈമിഷാരണ്യം. അവിടെയാണ് ശ്രീമദ് ഭാഗവത സത്രം ആരംഭിച്ചത്. ഈ സത്രത്തിൻ്റെ ഉദ്ദേശം തന്നെ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസത. സ്വർഗവാസികളായ ദേവന്മാർ പോലും മോഹിക്കുന്ന ഈശ്വരപാദത്തിൽ എത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് സത്രത്തിലെ വിഷയം. സ്വർഗത്ത് പോവാനല്ല, സ്വർഗായ ലോകായ. ഒരു പദമാണ്, രണ്ട് വാക്ക് വേറെ കൊടുത്തെങ്കിലും ഒരു പദമായിട്ടാണ് സജ്ജനങ്ങൾ പറയാറ്. സ്വർഗവാസികളായ ദേവന്മാർ പോലും മോഹിക്കുന്ന ഈശ്വരപാദത്തിൽ എത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് സത്രത്തിലെ വിഷയം.
അത് 7 ദിവസമോ 9 ദിവസമോ 11 ദിവസമോ ഒന്നുമല്ല. സഹസ്രസമമാസ 1000 കൊല്ലം നീണ്ടു നിൽക്കുന്ന സത്ര. പല പല മഹാത്മാക്കളും അവിടെ പ്രഭാഷണത്തിന് വരുന്നുണ്ട്. നമുക്കൊന്നും അത് കേൾക്കാനുള്ള ഭാഗ്യം ഭഗവാൻ തന്നിട്ടില്ല. കാണാനുള്ള ഭാഗ്യം ബ്രഹ്മദേവനോ ശ്രീപരമേശ്വരനോ നാരദാദി ഋഷീശ്വരന്മാരൊക്കെയാണ് പ്രഭാഷണത്തിന് അവിടെ. ദുർവാസാവോ അവരൊക്കെയാണ് പ്രഭാഷണത്തിൽ വരിക. അപ്പം അവർ കൊടുത്ത സമയം ഭംഗിയായിട്ട് കേൾക്കുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടാവേണ്ടത് യഥാഹരൗ ഭഗവതി നൃണാം ഭക്തിർഭവിഷ്യതി സർവാത്മന്യഖിലാധാരേ ഇതി സങ്കൽപ്യ വർണ്ണയം. ഇത് സങ്കല്പിക്കണം. കേൾക്കുന്ന ആൾക്കാർക്കൊക്കെ ഭക്തി ഉണ്ടാവണേ സങ്കല്പിച്ച് വേണം. ഇങ്ങനെ ഇവർ ബ്രാഹ്മണരാണെങ്കിൽ രാവിലെ നേരത്തെ നീട്ട് അനവധി കർമ്മങ്ങളുണ്ട്. ഈ കർമ്മങ്ങളോ കഴിഞ്ഞ് തേകതാതുമുനയ പ്രാതരുഹുതഹുതഗ്നയ സൽകൃതം സൂതമാസീനം പപ്രച്ഛു ഇതം ആദരാൽ ഹോമാദികൾ സന്ധ്യാവന്ദനാദികൾ പൂജാദികളോ കഴിഞ്ഞ് ഋഷീശ്വരന്മാരിയ്ക്കുമ്പോഴാണ് അവിടേക്ക് മഹാഭാഗവതനായ സൂതൻ കയറി വന്നു. ഈ സൂതൻ്റെ പ്രഭാവം ദശമസ്കന്ധത്തിൽ വർണ്ണിക്കുന്നുണ്ട്. മഹാഭാരത യുദ്ധം ആരംഭിക്കാനാണ് പുറപ്പെട്ടപ്പം ബലരാമസ്വാമിക്കൊരു സംശയം. ഏത് പക്ഷത്താണ് നിൽക്കേണ്ടത് സംശയം. അവിടെ ഒരു പക്ഷത്ത് പാണ്ഡവന്മാരും ഭഗവാൻ ശ്രീകൃഷ്ണനും, മറുപക്ഷത്ത് ശിഷ്യനായ ദുര്യോധനൻ. രണ്ടും വേണ്ടപ്പെട്ട ആൾക്കാരാണ്. പക്ഷേ രാമൻ ഒന്നറിയാം, ദുര്യോധൻ്റെ നാശമാണ് എന്ന് രാമൻ അറിയാം. എങ്കിലും ശിഷ്യൻ്റെ നാശം കാണാൻ ഗുരുനാഥന് ഇഷ്ടമില്ല. ഇത്രയൊക്കെ മോശപ്പെട്ട ആളാണെങ്കിലും ശിഷ്യൻ്റെ നാശം കാണാൻ ഗുരുനാഥന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഭഗവാൻ ഇറങ്ങിപ്പോയി. രണ്ട് പക്ഷത്തും നിൽക്കാതെ ഇറങ്ങിപ്പോയി. ശരിക്കും ധർമ്മവും അധർമ്മവും യുദ്ധം ചെയ്യുമ്പം ധർമ്മപക്ഷത്ത് നിൽക്കേണ്ട ആളാ. നിൽക്കാതെ ഇറങ്ങിയത് പോയപ്പം അധർമ്മം ഭഗവാൻ പറ്റിയെന്ന. ഭാഗവതം വായിക്കുന്ന സൂതനെ ഭഗവാൻ വധിച്ചു. അതാണ്ടായത്. ഋഷീശ്വരന്മാർ പറഞ്ഞു, ഭഗവാനെ അങ്ങയെ അപമാനിച്ചിക്കല്ല കേട്ടോ, ഞങ്ങളിരുത്തിയാൽ ആര് വന്നാലും എണീക്കണം എന്നില്ല എന്നാ. അപ്പം ഭഗവാൻ ഞാൻ ജീവിപ്പിക്കാമെന്നാ. അത് വേണ്ട, അങ്ങയുടെ കയ്യനെ കൊണ്ട് മൃത്യുജാ മോക്ഷ, ഞങ്ങൾക്ക് ഭാഗവതം കേൾക്കണം എന്ന് പറഞ്ഞു. ആ സൂതൻ്റെ പുത്രനെ ഭഗവാൻ രാമൻ അവരോധിച്ചിരുത്തി. ആ സൂതനാണ് ഭാഗവതം വായിക്കുന്നത്. ബലരാമസ്വാമിയുടെ പൂർണ്ണ അനുഗ്രഹം നേടിയ സൂതനാണ് ഭാഗവതം വായിക്കുന്നത്. സൂതനെ ഋഷീശ്വരന്മാർ പൂജിച്ചു. ഹേ സൂത ത്വയാ ഖലു പുരാണാനി സേരിഹാസാനി ചാനഘ ആഖ്യാതാന്യഭ്യധീതാനി ധർമ്മശാസ്ത്രാണി അന്വിത. സംബോധന ഹേ അനഘാന, ലവലേശം പാപം ഇല്ലാത്ത ആളാണ് സൂതൻ. അങ്ങെല്ലാം അറിയുന്ന ആളാണ്. വേദങ്ങളും അറിയാം, ഇതിഹാസങ്ങളും അറിയാം, പുരാണങ്ങളും ഒക്കെ അറിയുന്ന ആളാണ്. ഞങ്ങൾക്ക് പല പല സംശയങ്ങളുണ്ട്. ഈ സംശയം ഒന്ന് അങ്ങ് തീർത്തു വരണമെന്ന. എല്ലാം അറിയുന്ന ആളാണ്. എന്താ പ്രധാന സംശയം ചോദിച്ചാൽ, പുംസാം ഏകാന്തത ശ്രേയ തന്ന ശംസിതുമരിഹസി. ഏകാന്ത ശ്രേയസ്സിന് എന്താ ചെയ്യേണ്ടത്? അത് ചെയ്യാലോ. ഈ ഗ്രന്ഥങ്ങളൊക്കെ വാസ്തവം നിർമ്മിച്ചത് ശ്രേയസ്സിന് വേണ്ടിയിട്ടാണ്. 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ നിർമ്മിച്ചത് ശ്രേയസ്സിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം വേണ്ടത് സംസ്കൃതം പഠിക്കാൻ പോവുക. ഈ ഗ്രന്ഥങ്ങളൊക്കെ നിർമ്മിച്ചത് സംസ്കൃതത്തിലാണ്. ഒരു പുരുഷായുസ് കൊണ്ട് പഠിച്ചാൽ കഴിയുന്നതല്ല സംസ്കൃതം. ഇപ്പം വേണ്ടാന്ന് വെച്ച കാലമാണല്ലേ, സംസ്കൃതം വേണ്ടാന്ന് വെച്ച കാലമാണ്. കുറച്ചൊക്കെ എല്ലാവരും വാസ്തവം സംസ്കൃതം പഠിക്കണം, അല്ലെങ്കിൽ പഠിപ്പിക്കണം. നമ്മളെ ഗ്രന്ഥങ്ങളൊക്കെ നിർമ്മിച്ച സംസ്കൃതത്തിലാണ്. നമ്മളൊക്കെ അവസ്ഥയാണെങ്കിൽ വളരെ കഷ്ടമാണ്. പ്രായേണ അല്പായുഷസഭ്യ കലാവസ്മിൻ യുഗേ ജന മന്ദ സുമന്ദമതയോ മന്ദഭാഗ്യാഹ്യുഭദ്രുത. കലികാലത്ത് ആയുസ് പ്രായേണ അല്പായുഷ. മിക്കവാറും ആൾക്കാർക്കൊക്കെ ആയുസ് വളരെ കുറവാണ്.
കലികാലത്ത് ആയുസ് എത്രയാന്ന് ചോദിച്ചാൽ ദ്വാദശസ്കന്ധത്തിൽ വർണ്ണിക്കുന്നുണ്ട്. പരമാവധി ആയുസ്സാണ് 30-20 വർഷമാണ്. 20-30 അതോ കഴിഞ്ഞില്ലേ? അതോ കഴിഞ്ഞപ്പോഴാ ഇറങ്ങി പോവല്ലേ? എപ്പോഴാച്ചാൽ ഇറങ്ങി പോവാം. പരമാവധി ആയുസ്സാണ് 20-30. ഇതിൽ ബുദ്ധിയുള്ള ആൾക്കാരാണോ? ബുദ്ധി കുറവാണ്, ഭാഗ്യം കുറവാണ്, ആയുസ് കുറവാണ്, ഒക്കെ കുറവാ. അതുകൊണ്ട് ആ സാരം എന്താണ് അത് പറഞ്ഞാൽ ചെയ്യാലോ, ചെയ്യാൻ പറ്റിയ മാർഗം പറഞ്ഞാൽ ചെയ്യാലോ എന്നു. അപ്പം ആ ശ്രേയസ്സുള്ള മാർഗം എന്താണ് അത് പറയുന്ന. പിന്നെ എന്തിനാണ് ആ പരിപൂർണ ബ്രഹ്മം, അതും ദേവകീ വസുദേവന്മാരുടെ പുത്രനായിട്ട് കാരാഗൃഹത്തിൽ എന്തിനാ ഭഗവാൻ അവതരിച്ചത്? ഭഗവാന്റെ ലീലകൾ എന്തൊക്കെയാണ്, ഭഗവാന്റെ മറ്റവതാരങ്ങൾ എന്തൊക്കെയാണ്? വാസ്തവം ഭാഗവതം പറയുമ്പം നദ്യ ഉനന്ത്യുപസ്പൃഷ്ട സ്വധുന്യാപോനു സേവയ. സ്വധുലിത ഗംഗ, ദേവനദി നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ് ഗംഗ. പക്ഷേ ഇപ്പം ഗംഗയ്ക്ക് പോലും ഭാഗവതം പറയണു തീർത്ഥം ചക്രേ നൃപോനം. ഗംഗയ്ക്ക് പോലും 2ാം തരമായി. 2ാം സ്ഥാനം. 1ാം സ്ഥാനം ഭാഗവത ഗംഗയ്ക്കാണ്. കാരണം മറ്റത് ഹരിദ്വാരത്തിലോ കാശിയിലോ പോയിട്ട് വേണ്ടേ കുളിക്കാൻ, ഈ ഭാഗവതത്തിൽ മുങ്ങാനോ. ഇപ്പം ഭാഗവതം ഗംഗയും തീർത്ഥവും ക്ഷേത്രങ്ങളൊക്കെ ശോഭിക്കുന്നതാണ് ഭാഗവതത്തിൽ. അതും ഭഗവാന്റെ കഥകൾ വിസ്തരിച്ച് കേൾക്കണം. വയന്തു നവിധൃപ്യാമ ഉത്തമ ശ്ലോക വിക്രമേയ ശൃണ്വതാം രസജ്ഞാനം സ്വാദു സ്വാദു പദേ പദേ. ഭാഗവതം ഓരോ പദവും സ്വാദുകളാണ്. ഒരു പദം പോലും കളയരുത്. അത് വായിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. വിസർഗം പോലും കളയാതെ കണ്ട് വേണം ഭാഗവതം വായിക്കാൻ. വേദമാണ് ഭാഗവതം പറയുന്നത്. അത് ചിലപ്പം അക്ഷരം പുറപ്പെടുവിക്കാതെ ഭാഗവതം വായിക്കരുത്. അതാണ് വേദം കഴിഞ്ഞിട്ട് വേണം. വേദം ചൊല്ലിയ ഒരാൾ ഭാഗവതം വായിക്കുമ്പോഴേ ശരിയായ അക്ഷരസ്ഫുടതയൊക്കെ ഉണ്ടാവുള്ളൂ. വേദം കഴിഞ്ഞിട്ട് വേണം. അതും പ്രത്യേകിച്ചും ഭഗവാന്റെ കഥകൾ കൃതവാൻ കില വീര്യാണി സഹരാമേണ കേശവ അതിമർത്യാനി ഭഗവാൻ ഗൂഢ കപടമാനുഷ. മനുഷ്യവേഷത്തിൽ വന്ന ഭഗവാൻ ശ്രീഹരി രാമേട്ടോടുകൂടി അത്യത്ഭുതമായ ലീലകളാടി. കൃതവാൻ സഹരാമേണ കേശവ അതിമർത്യാനി ഭഗവാൻ ഗൂഢ. മനുഷ്യവേഷത്തിൽ വന്ന് അത്യത്ഭുതമായ ലീലകൾ ഭഗവാൻ ആടി. ഭഗവാന്റെ അവതാരം തന്നെ തമത്ഭുതം ബാലകം, അത്ഭുത ബാലകനായിട്ടാണ് വന്നത്. അതുപോലെ തന്നെ ഭഗവാന്റെ ലീലകളും അത്യത്ഭുതം പച്ചരിതം സുമംഗളം ഗായന്ത ആനന്ദ സമുദ്രം. അത്യത്ഭുതമായ ഭഗവാന്റെ കഥകൾ വിസ്തരിച്ച് കേൾക്കണം. പിന്നെ ഭഗവാന്റെ തിരോധാന ശേഷം ധർമ്മക്കം ശരണംഗത. ധർമ്മം ആരെയാണ് ആശ്രയിച്ചതെന്ന് 6 ചോദ്യമാണ് ആദ്യത്തെ അധ്യായത്തിൽ ശൗനകാദി സൂതനോട് ചോദിച്ചതിൻ്റെ മറുപടിയാണ് 2ഉം 3ഉം അധ്യായം. സൂതൻ പറയാണ്, ആ ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ടാണ് കുറച്ചൊക്കെ ശ്രീമദ് ഭാഗവതം പറയാൻ സാധിച്ചത്. തൻ്റെ ഗുരുനാഥനായ ശ്രീശുക ബ്രഹ്മർഷിയെ നമസ്കരിക്കുകയാണ്. യം പ്രവ്രജന്തം അനുപേതമവേദകൃത്യം ദ്വൈവായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിമാനദോസ്മി. ആർഷീശ്വരൻ തം ഭൂതഹൃദയം. ആർഷീശ്വരനാണ്. ജനിച്ച പാടേ ഇറങ്ങിപ്പോയ ആളാണ്. ഒരു കർമ്മവും ഉണ്ടായിട്ടില്ല. ജനിച്ചപ്പോൾ തന്നെ വയസ്സ് 16 ഭാഗവതം പറഞ്ഞത്. എത്ര കാലം കഴിഞ്ഞാലും 17 ജനിച്ച പാടെ ഇറങ്ങിപ്പോയ ആളാണ്. പിന്നാലെ വേദവ്യാസൻ പുത്രേതി പുത്ര എന്ന് വിളിക്കുക. ഒരു കർമ്മം പോലും ഉണ്ടായിട്ടില്ല. അനുപേതം അഭേദകൃത്യം ഉപനയനം പോലും ഉണ്ടായിട്ടില്ല.
ഏറ്റവും പ്രധാനമായ കർമ്മമാണ് ഉപനയനം. ബ്രാഹ്മണക്ക് ഏറ്റവും പ്രധാനമായ കർമ്മമാണ് ഉപനയനം ചെയ്യാൻ ഞാൻ ശുദ്ധാവില്ല എന്നാണ്. ഈ കർമ്മത്തിൻ്റെ ഒക്കെ താല്പര്യം എന്താണ്? ബ്രാഹ്മണർക്ക് അനവധി കർമ്മങ്ങളുണ്ട്, എപ്പോഴും കർമ്മം ചെയ്യാം. ഈ കർമ്മത്തിൻ്റെ ഉദ്ദേശം എന്താണ്? എല്ലാ കർമ്മത്തിൻ്റെയും ഉദ്ദേശം ദാനവ്രത തപോഹോമജപസ്വാധ്യായ സംയമയ്യ ശ്രേയോഭിർവിവിധൈശ്ചാന്യൈ കൃഷ്ണേ ഭക്തിരിഹി സാധ്യതേ. ശ്രേയസ്സായ കർമ്മങ്ങളുടെ ഉദ്ദേശം ദാനമായാലും വ്രതമായാലും ഹോമമായാലും തർപ്പണമായാലും എന്തായാലും ഏതൊക്കെ കർമ്മം ചെയ്താലും ഈ കർമ്മത്തിൻ്റെ ഒക്കെ ഉദ്ദേശം കൃഷ്ണേ ഭക്തിരിഹി സാധ്യതേ. കൃഷ്ണഭക്തി ഉണ്ടാവലാണ്. ഉണ്ടായ ആൾക്ക് കർമ്മത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? അത് ഭഗവാനാണ് നിശ്ചയിക്കാൻ ഇല്ലേ. ഉണ്ടെങ്കിൽ ഒക്കെ നിർത്താം, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്തോളണം ഇല്ലേ. എപ്പോഴാണ് ഭഗവാൻ സന്തോഷിക്കാൻ? നമ്മൾ ചെയ്യണ കർമ്മങ്ങളൊക്കെ നാരായണായേതി സമർപ്പ. എല്ലാ കർമ്മങ്ങളും ഭഗവാൻ അർപ്പിച്ച് ദാനായാലും വ്രതമായാലും ദാനം ചെയ്യുമ്പോൾ പ്രത്യേകിച്ചുണ്ട് പ്രീതോ ഭവതു മേ ഹരി എന്ന. ദാനം ചെയ്യുമ്പോൾ മന്ത്രം ശ്രീഹരി എന്നിൽ സന്തോഷിക്കട്ടെ എന്ന. വ്രതങ്ങളും അതാണ്, തർപ്പണങ്ങളും അതാണ്, പൂജയും ഒക്കെ അതിനു വേണ്ടിയാണ്. അപ്പം ഈ കർമ്മമൊക്കെ ഈശ്വരഭക്തി ഉണ്ടാവാനാണ്. ഉള്ള ആൾക്കുണ്ടായ ആൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ജനിച്ച പാടെ ഇറങ്ങിപ്പോയ ആളാണ്. പിന്നാലെ വേദവ്യാസൻ പുത്രേതി തന്മയതയാ പുത്രാ പുത്രാ എന്ന് വിളിച്ചപ്പം വിളി കേട്ടത് തരവോഭിനേതു. വൃക്ഷങ്ങളാ ധ്വനി ഉണ്ടാക്കിയത്. എല്ലാ ദിക്കുന്നും കേൾക്കാണ്ട് പുത്രാ പുത്രാ പുത്രാന്ന് വേദവ്യാസനെ ബോധ്യപ്പെടുത്തി. താൻ ആരാന്ന് ചോദിച്ചാൽ എല്ലാവരും ഉള്ളതും ശോഭിക്കുന്ന ചൈതന്യമാണ് താനെന്ന് പിതാവിനെ പോലും ബോധ്യപ്പെടുത്തിയ ശ്രീശുക ബ്രഹ്മർഷിയെ നമസ്കരിക്കുക. ശ്രീശുക ബ്രഹ്മർഷി എന്തിനാ ശ്രീമദ് ഭാഗവതം പാടിയതെന്ന് ചോദിച്ചാൽ സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനി. ആ പരമഗുരുനാഥനായ ശ്രീശുക ബ്രഹ്മർഷിയെ നമ്മളോടുള്ള കാരുണ്യ നിമിത്തമാണ്, സംസാരികളായ നമ്മളോടുള്ള കാരുണ്യ നിമിത്തമാണ് ശ്രീമദ് ഭാഗവതം പാടിയത്. ആ പാടിയ ശ്രീശുക ബ്രഹ്മർഷിയെ നമസ്കരിക്കുക. നമ്മളുടെ പരദേവതയായ നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം. പരദേവതയാണ് ബദരീശ്വരന്മാർ, നരനാരായണ ഋഷീശ്വരന്മാരെ നമസ്കരിക്കുക. വാക്ക് വേണ്ട പോലെ ആവാൻ വാഗ്ദേവതയെയും നമസ്കരിക്കുക. പിതാവായ വേദവ്യാസനെയും നമസ്കരിച്ചിട്ടാണ് ഇതിന് മറുപടി പറയുന്നത്. നിങ്ങളെ ചോദ്യം നന്നായി. ഇതെല്ലാവർക്കും വേണ്ടിയുള്ള ചോദ്യമാണ്. എല്ലാവർക്കും വേണ്ടേ ശ്രേയസ്? ശ്രേയസ് എല്ലാവർക്കും വേണ്ടേ? ആരും കേൾക്കണില്ലേ? കേൾക്കണില്ലെങ്കിൽ മൈക്ക് ഓഫ് ആക്കാം അല്ലേ? മൈക്ക് വെച്ച് കേൾക്കാനാണ്. എല്ലാവർക്കും ശ്രേയസ് വേണ്ടേ? ശ്രേയസ്സാണോ വേണ്ടത്? പ്രേയസ്സാണോ വേണ്ടത്? ശ്രേയസ്സല്ലേ വേണ്ടത്. അതിൽ ചോദ്യം നന്നായി. ഇവിടെ സമ്പാദിക്കേണ്ടത് സവൈ പുംസാം പരോ ധർമ്മോ യഥോ ഭക്തിരധോക്ഷജേ അഹൈതുക്യപ്രതിഹത യയാത്മാ സംപ്രസീദതി. ഭഗവത് പാദത്തിൽ ഭക്തി സമ്പാദിക്കലാണ് ഏറ്റവും ശ്രേയസ്സായ മാർഗം. ഭക്തി നേടുക, അതും അഹൈതുകീ ഭക്തി. ഹേതുത്വം ഇല്ലാത്ത ഭക്തി, കാരണം ഇല്ലാത്ത ഭക്തി. കാരണമുള്ള ഭക്തി മോശമെന്നല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ നമുക്കൊക്കെ ഉദ്ദേശം ഉണ്ടാവും, പല ഉദ്ദേശവും ഉണ്ടാവും. വിദ്യ ഉണ്ടാവണമെന്നും കല്യാണം കഴിയണമെന്നും സന്തതി ഉണ്ടാവണമെന്നും ജോലി ഉണ്ടാവണമെന്നും പല ഉദ്ദേശവും ഉണ്ടാവും. ഇതൊന്നും തെറ്റെന്നല്ല. ഇത് കയറി കയറി ഒരു ഉദ്ദേശവും ഇല്ലാതെ കണ്ട് എന്നാൽ ഒരു ഉദ്ദേശം വേണം. ശ്രീഹരി സന്തോഷിക്കണേ എന്ന് വിചാരിച്ചു വേണം കർമ്മം. ഒരു ഉദ്ദേശവും ഇല്ലാത്ത ഭക്തിയാ വാസ്തവം. അങ്ങനെ ഉണ്ടായി, അതാണ് വേണ്ടത്. അതല്ലെങ്കിൽ വാസ്തവം എല്ലാ കർമ്മങ്ങളും ഭക്തിക്ക് വേണ്ടിയാണ്. ഭക്തി ഇല്ലാത്ത കർമ്മങ്ങളൊക്കെ ശ്രമ ഏവ ഹി കേവലം, വെറും അധ്വാനാവുകയുള്ളൂ. ഭക്തിയില്ലാത്ത കർമ്മങ്ങൾക്ക് വെറും അധ്വാനാവുകയുള്ളൂ. ദശമസ്കന്ധത്തിലെ ഒരു ഉദാഹരണം ബ്രഹ്മദേവൻ പറയുന്നുണ്ട്, സ്ഥൂലതുഷാവഘാതീനാം എന്ന്.
14-ാം അധ്യായത്തിൽ ബ്രഹ്മസ്തുതിയിൽ പറയുന്നുണ്ട്, ശ്രേയസ്സിന് വേണ്ടിയിട്ട് ചെയ്യണ കർമ്മങ്ങൾ, ഭക്തിയില്ലാത്ത കർമ്മങ്ങളൊക്കെ വാസ്തവം ഉമി കുത്തും പോലെ ആവുകയുള്ളൂ. ഉമി കുത്തിയിട്ടുണ്ടോ? ഉമി കുത്തിയിട്ടുണ്ടോ? നെല്ല് കുത്തിയാൽ അരി ഉണ്ടാവും, ഉമി കുത്തിയാൽ ക്ഷീണം ഉണ്ടാവും. അരി ഉണ്ടാവില്ലെങ്കിൽ ഇതുപോലെയാണ് ഭക്തിയില്ലാത്ത കർമ്മങ്ങളോ ക്ലേശകരം. ഭക്തിക്ക് ഒരു ക്ലേശവും ഭഗവാൻ വരുത്തില്ല. പരീക്ഷത്തൊക്കെ ശ്രീമദ് ഭാഗവതം കേട്ടത് മണലിൽ ദർഭ വിരിച്ചിരുന്നിട്ടാണ്. നമ്മൾ ഭാഗവതം കേൾക്കാനോ കസാല ഗണപതി കൊണ്ടുവച്ചു, ഇല്ലേ? ഇരിക്കാൻ കസാല കൊണ്ടുവച്ചു. സ്റ്റൂളാണെങ്കിലോ ചിലപ്പോൾ ചിന്തിക്കണം, ഉറക്കം തൂങ്ങിയാൽ വീണു പോവില്ലേ? വീഴാതിരിക്കാൻ കസാല ഭഗവാൻ കൊണ്ടുവച്ചു. ചൂടാണെങ്കിൽ കാറ്റ് കൊള്ളാൻ ഫാനും, കഴിക്കാൻ ഭക്ഷണവും. പരീക്ഷത്ത് കഴിച്ചത് പിബന്ധം ത്വന്മുഖാംഭോജച്യുതം ഹരികഥാമൃതം. വെള്ളം പോലും കുടിച്ചില്ല പരീക്ഷ. രക്തോദമഭിവാദതേന. വെള്ളം പോലും കുടിക്കാത്ത പരീക്ഷത്ത് ധാരാളം കഴിച്ചു. എന്താ കഴിച്ചത്? ശ്രീശുകൻ പറയുന്ന കഥയാണ്. നമുക്ക് ധാരാളം വിഭവങ്ങളൊക്കെ കഴിക്കാൻ കൊണ്ടുവയ്ക്കുന്നുണ്ട്, ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാ ഗണപതി ഒരുക്കിയെന്ന് വെച്ചാൽ ഭാഗവതം ശരിക്ക് കേൾക്കാൻ വേണ്ടിയല്ലേ? ശ്രദ്ധയോടുകൂടി ശ്രീമദ് ഭാഗവതം. ഇതിനാണ് ഈ ജന്മം ഭഗവാൻ തന്നത്. നമ്മൾ ഈ ശരീരം എന്തിന് ഭഗവാൻ തന്നു? വെറും കാമസുഖം അനുഭവിക്കാനാണ് ധരിക്കരുത്. ഇതിൻ്റെ ഉദ്ദേശം ഈശ്വരനെ മനസ്സിലാക്കാനാണ്. മറ്റുള്ള മൃഗങ്ങളും പക്ഷികളൊക്കെ ഈ സുഖമൊക്കെ എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ആഹാരം, നീഹാരം, നിദ്ര, മധുരം, മൈഥുനം, ഇതൊക്കെ എല്ലാ ജീവജാലങ്ങളും അനുഭവിക്കുന്നുണ്ട്. ഇതുപോലാണോ നമ്മൾ? അപ്പം ഇതുകൊണ്ട് ഈശ്വരനെ ആശ്രയിക്കാൻ പറ്റുള്ളൂ. ഇതിനാണ് ഈ ജന്മം തന്നത്. ആ ഈശ്വരനെ പല പേരിലും പല ആൾക്കാരും പറയുന്നുണ്ട്. വദന്തി, അതും ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. ചിലർ ബ്രഹ്മം എന്ന് പറയും, ചിലർ പരമാത്മാവ് എന്ന് പറയും, ചിലർ ഭഗവാൻ. നമുക്ക് പറയാൻ പറ്റിയ പേര് ഭഗവാൻ എന്ന് പറയാണ് സുഖം, അല്ലേ? ആരാ ഭഗവാൻ? ഭഗങ്ങൾ ചേർന്നയാളാണ്. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണം തേജസ്സംഹാരി വീര്യം എന്നൊക്കെ പട്ടേലി പാടിതൊക്കെ തികഞ്ഞ ആളാണ് ഗുരുവായൂരപ്പൻ. ആ ഗുരുവായൂരപ്പനെ ആശ്രയിക്കാൻ സജ്ജനങ്ങളെ ആദ്യം ആശ്രയിക്കും. സജ്ജനങ്ങൾ മുഖത്തുനിന്നും ഭഗവാന്റെ കഥകൾ കേട്ട്, അതും ശൃണ്വതാം സ്വകഥാം കൃഷ്ണ പുണ്യശ്രവണ കീർത്തന, പുണ്യത്തെ തരുന്ന ഭഗവാന്റെ കഥകൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക. പക്ഷെ അത് നമ്മൾക്ക് തടസ്സമായിട്ട് വരുന്നത് വാസ്തവം ഭഗവാന്റെ മായയാണ്. ഈ മായയെ ജയിക്കാൻ ആർക്കും സാധ്യമല്ല. മമ മായ പുരത്യയ എന്നാ ഭഗവാൻ പറഞ്ഞത്. ഗീതയിൽ പറഞ്ഞ എൻ്റെ മായയെ ജയിക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് പറഞ്ഞെങ്കിൽ ഉദ്ധവൻ പറഞ്ഞു ഒരു വായരപ്പ ജയിക്കാന്ന. എങ്ങനെ ജയിക്കാൻ പറ്റും? തവമായാം മായയെ ജയിക്കാൻ സാധിക്കും. എങ്ങനെ? ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ പ്രസാദം കഴിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുന്ന ആൾക്കൊന്നും മായ ബാധകമല്ല. സജ്ജനങ്ങളെ ആശ്രയിച്ച് അവരുടെ മുഖത്തൊന്നും ഭഗവാന്റെ കഥകൾ കേൾക്കാൻ തുടങ്ങിയാൽ നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയ. അഭദ്രങ്ങളിങ്ങനെ പോവും. അഭദ്രം പോയി കഴിഞ്ഞാൽ ഒക്കെ ഭദ്രമായി മാറും. പിന്നെ ഭദ്രം സുഭദ്രമായിട്ട് മാറും. ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ കഥകൾ പാടുക. ഈ ഭഗവാൻ തന്നെയാണ് 3 ഗുണത്തെ സ്വീകരിച്ച് 3 കർമ്മം ചെയ്യാൻ വേണ്ടി 3 രൂപത്തിരിക്കുകയാണ്. സത്വം രജസ്തമ ഇതി പ്രകൃതേർഗുണാസ്തേർ യുക്ത പര പുരുഷ ഏക ഇഹസ്യ സത്തേ സ്ഥിത്യാദയേ ഹരി വിരിഞ്ചി ഹരേതി സംജ്ഞ. ഹരിയായിട്ടും വിരിഞ്ചനായിട്ടും ഹരനായിട്ടും ഇരിക്കുന്നത്. രജോ ഗുണത്തെ സ്വീകരിച്ച് സൃഷ്ടിക്കാൻ ബ്രഹ്മാവായിട്ടും, സത്വഗുണത്തെ സ്വീകരിച്ച് രക്ഷിക്കാൻ വിഷ്ണുവായിട്ടും, തമോ ഗുണത്തെ സ്വീകരിച്ച് സംഹരിക്കാൻ രുദ്രനായിട്ടും ഇരിക്കുന്നത് ഈ ശ്രീകൃഷ്ണ ഭഗവാനാണ്. എല്ലാമായി ശോഭിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. എല്ലാം ഭഗവത് പരങ്ങളാണ്.
വേദങ്ങളും യാഗങ്ങളും യോഗവും തപസ്സും കർമ്മങ്ങളും എല്ലാം ഭഗവത് പരങ്ങളാണ്. ഈ ഭഗവാൻ ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിൽ ലീലാവതാരാനുരതോ ദേവതിരിയങ് നരാദിഷു, ദേവനായിട്ടും തിരിയക്കായിട്ടും നരനായിട്ടും പല പല വേഷത്തിലും ഭഗവാൻ വരുന്നുണ്ടെന്ന് കാണിച്ചിട്ടാണ് ഭഗവാന്റെ 24 അവതാരങ്ങളെ പ്രധാനമായിട്ട് ഇവിടെ കാണിച്ചു തന്നു. പിന്നെ അവതാരാഹി അസംഖ്യേയെന്ന്, അവതാരം എത്ര നിശ്ചയില്ല. ഈ കാണുന്നത് മുഴുവൻ അവതാര സ്വരൂപിയാണെങ്കിലും പ്രധാനമായിട്ട് ഭഗവാന്റെ 24 അവതാരങ്ങൾ പറയുമ്പം ഭഗവാൻ 16 കലകളോട് കൂടിയുള്ള ഭഗവാന്റെ പുരുഷാവതാരം. ആ പുരുഷൻ്റെ നാഭിയിൽ നിന്നാണ് ഒരു താമരപ്പൂവ് പൊങ്ങി വന്നാണ്, അതിലാണ് ബ്രഹ്മദേവൻ ശോഭിച്ചത്. ഈ പുരുഷരൂപത്തെ ഋഷീശ്വരന്മാർ മനസ്സാകുന്ന കണ്ണുകളെ കൊണ്ട് കാണുന്ന, ശരിക്ക് കാണാൻ പറ്റാത്തതാണ്. ഈശ്വരരൂപത്തെ ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും അറിയാൻ പറ്റാത്തതാണെങ്കിലും ഇവിടെ അവരെ കാണുന്നു. പശ്യന്ത്യതോ രൂപമദഭ്രചക്ഷുഷ സഹസ്രപാദോരു ഭുജാനനത്ഭുതം സഹസ്രമൂർധശ്രവണക്ഷീനാസികം സഹസ്രമൗല്യംബരകുണ്ഡലോല്ലസൽ. ഭഗവാൻ എത്രയാണ് കൈകൾ, എത്രയാണ് കാലുകൾ, എത്രയാണ് കണ്ണുകൾ എന്ന് ചോദിച്ചാൽ വേദത്തിലാ ഭഗവാന്റെ സ്വരൂപം പറയുന്നത്. എത്ര നിശ്ചയില്ല, ആയിരക്കണക്കിനെന്നാണ് വേദം പറയുന്നത്. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ എന്നാണ്. ആയിരക്കണക്കിന് കൈകൾ, കാലുകൾ, കണ്ണുകൾ, ശിരസ്സുകൾ ഭഗവാന്റെ ആ സ്വരൂപം. ആ ഭഗവാൻ എന്നാണ് ഇതൊക്കെ കാണുന്നതൊക്കെ ഉണ്ടായതെന്ന് കാണിച്ചതും അംശാവതാരം, അംശാവതാരം, ആവേശാവതാരം, കലാവതാരം, പൂർണ്ണാവതാരം, പലതരം അവതാരങ്ങളുണ്ട്. ആദ്യമായിട്ട് തന്നെ ഭഗവാന്റെ ആദ്യത്തെ അവതാരമായിട്ട് പറയുന്നത് സേവ പ്രഥമം ദേവ കൗമാരം സർഗമസ്ഥിതാചാരദുശ്ചരം ബ്രഹ്മ ബ്രഹ്മചര്യമഖണ്ഡിതം. അഖണ്ഡ ബ്രഹ്മചര്യം എങ്ങനെ അനുഷ്ഠിക്കാൻ സാധിക്കും ബ്രാഹ്മണർക്ക് എന്ന് ബോധ്യപ്പെടുത്തിയതാണ് ബ്രഹ്മചര്യം പറയാൻ 4 അക്ഷരം, അനുഷ്ഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ദുശ്ചരം വളരെ ബുദ്ധിമുട്ടുണ്ട് ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ, അതും ബ്രാഹ്മണർക്ക്. ചചാര ദുശ്ചരം ബ്രഹ്മ. ആ ബുദ്ധിമുട്ടുള്ള ബ്രഹ്മചര്യത്തെ അനുഷ്ഠിക്കാൻ എങ്ങനെ സാധിക്കുമെന്നും കാണിച്ച അവതാരമാണ് ഭഗവാന്റെ സനകാദി അവതാരം. കൗമാരം സർഗമ, അതിനു വേണ്ടിയാ ഭഗവാന്റെ സനകാദി അവതാരങ്ങൾ. പിന്നെ ഭഗവാന്റെ വരാഹാവതാരം, നാരദാവതാരം, ദത്താത്രേയാവതാരം, നൃസിംഹാവതാരം, വാമനാവതാരം, മത്സ്യകൂർമാദ്യ അവതാരങ്ങൾ, അസംഖ്യം അവതാരങ്ങൾ. ഇതോ കഴിഞ്ഞിട്ടാ ഭഗവാൻ ഏകോനവിംശേ വിംശതിമേ വൃഷ്ണിഷു പ്രാപ്യ ജന്മനി 19ഉം 20ഉമായിട്ടാണ് ഭഗവാന്റെ രാമകൃഷ്ണ അവതാരങ്ങൾ. പിന്നെ വരാൻ പോണ കൽക്യാവതാരത്തെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഭഗവാന്റെ ലീലകൾ, മറ്റുള്ള അവതാരങ്ങളൊക്കെ ഏതേചംശകലാപുംസ അംശാവതാരം, അംശാവതാരം, കലാവതാരം, ആവേശാവതാരം. ഇങ്ങനെയാണ്. പരശുരാമാവതാരമൊക്കെ ആവേശമാണ്, വ്യാസാവതാരമൊക്കെ കലാവതാരമാണ്, പൃഥ്വവതാരം കലാവതാരമാണ്, പൂർണ്ണാവതാരം ആവേശാവതാരം, അംശാംശം. ശ്രീരാമനൊക്കെ അംശാംശമായിട്ട് ഭാഗവതം 4 പേരും കൂടിയാലേ പൂർണ്ണമാവുള്ളൂ. മറ്റു അവതാരങ്ങളൊക്കെ അംശാവതാരം, അംശാംശാവതാരമൊക്കെ ആണെങ്കിൽ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം പരിപൂർണ ബ്രഹ്മം തന്നെയാണ് ശ്രീകൃഷ്ണനായിട്ട് വന്നത്. ശ്രീകൃഷ്ണനെ അവതാരമായിട്ടല്ല ഭാഗവതം പറയുന്നത്. ശ്രീകൃഷ്ണനാണ് നൃസിംഹമായിട്ട് വന്നത്, ശ്രീകൃഷ്ണനാണ് വാമനനായിട്ട് വന്നത്. ശ്രീകൃഷ്ണൻ പരിപൂർണതമമായ ഭഗവാന്റെ അവതാരം. മറ്റൊക്കെ ആ സമയം കഴിഞ്ഞാൽ മാറുന്ന പരിപൂർണമായ ഭഗവാന്റെ അവതാരം. അങ്ങനെയുള്ള ഭഗവാന്റെ ലീലകൾ
ജന്മഗുഹ്യം ഭഗവതോ യേതൽ പ്രയതോ നര സായം പ്രാതർഗൃണൻ ഭക്ര്യാ ദുഃഖഗ്രാമാത് വിമുച്യതേ. സായം പ്രാതർഗൃണൻ ഭക്ര്യാ, സന്ധ്യയ്ക്കും രാവിലെയൊക്കെ, സായം പ്രാത സന്ധ്യയ്ക്കും രാവിലെയൊക്കെ, അല്ലെങ്കിൽ സന്ധ്യ തൊട്ട് രാവിലെ വരെ, അല്ലെങ്കിൽ രാവിലെ തൊട്ട് സന്ധ്യ വരെ സമയത്ത് കുറച്ച് നേരം ഭഗവാന്റെ നാമം ജപിക്കാറുണ്ടോ? കീർത്തിക്കാൻ അവതാര കീർത്തനങ്ങൾ പാടാറുണ്ടോ? ഇങ്ങനായ അർത്ഥം ഇല്ലാന്നും വ്യാഖ്യാനിക്കാം, ഉണ്ടെന്നും വ്യാഖ്യാനിക്കാം. എങ്ങനെയാ വ്യാഖ്യാനിക്കേണ്ടത്? നാമം ജപിക്കുന്ന ആൾക്കാർ രാധേശ്യാം, എല്ലാവരുടെ കയ്യും പൊങ്ങിയിട്ടില്ല. ജപിക്കാത്ത ആൾക്കാരുണ്ട് ഇല്ലേ? അങ്ങനെ ഉണ്ടായാൽ പറ്റില്ല. ജപിക്കാത്ത ആളുണ്ടായാൽ പറ്റില്ല. എല്ലാവരും ജപിക്കണം. ജപിച്ചൂടെ? സന്ധ്യയ്ക്കും രാവിലെയൊക്കെ ഭഗവാനോട് പോലും യശോദാദേവി പറഞ്ഞെൻ്റെ കണ്ണാ നാമം ജപിക്കൂ. ഭഗവാൻ ചോദിക്കും, അമ്മേ ഞാൻ ജപിക്കണോ? ആരോടാ അമ്മ പറയുന്നത്? ഈ സർവേശ്വരനോടാണ്. ഉണ്ണീ കണ്ണ നാരായണ എന്നു ജപിക്കകാവെന്നാരോമലായി പറയും യശോദ. നാണം കുണുങ്ങിട്ടു ചിരിക്കുമപ്പോൾ നാരായണൻ താനിതു വാസുദേവൻ. ആരോടാ അമ്മ പറയുന്നത്? ഈ നാരായണമൂർത്തിയോടാണ്. കണ്ണാ നാമം ജപിക്കൂ എന്ന് പറഞ്ഞാൽ ഭഗവാൻ, അമ്മേ ഞാൻ ജപിക്കണോ? വേണമുണ്ണി. എന്നാ രാമേട്ടനും വരട്ടെ എന്നല്ലേ, ഒറ്റയ്ക്ക് വയ്യ. രാമേട്ടനും വന്നിരുന്നു. ഇനി രാമേട്ടൻ അമ്മയെ വിളിച്ചോളൂ. അപ്പം രോഹിണിയും വന്നു, ഇനി അച്ഛനെയും വിളിച്ചോളൂ. നന്ദഗോപുരം വന്ന് ഞാൻ അമ്മയിരുന്നോളൂ. എല്ലാവരും കൂടി ഇരുന്നിട്ട് ആ അമ്പാടിയിലെ അന്തഗ്രഹത്തൊന്നും ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അപ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. കുട്ടികളെ കൊണ്ട് ജപിപ്പിക്കേണ്ടത് രക്ഷാകർത്താക്കളുടെ, അല്ലെങ്കിൽ ആ പദവി പോയി ഇരിക്കരുത്. അച്ഛനാണെങ്കിൽ അച്ഛൻ ആരാന്ന് ചോദിച്ചാൽ ഈശ്വരനെ പറഞ്ഞു കൊടുക്കുന്ന ആളാണ് അച്ഛൻ. അമ്മ ആരാന്ന് ചോദിച്ചാൽ ഈശ്വരനെ പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. അച്ഛനും അമ്മയൊക്കെ അല്ലേ ഇവിടെ? അച്ഛനും അമ്മയൊക്കെ അല്ലേ? ആരാ അച്ഛൻ ചോദിച്ചാൽ ഗുരു ന സസ്യാൽ സ്വജനോ ന സസ്യാൽ പിതാ ന സസ്യാൽ ജനനീ ന സസ്യാൽ ദൈവം ന സസ്യാൽ. ഈശ്വരൻ അച്ഛനായാലും അമ്മയായാലും ആരായാലും ഈശ്വരനെ സേവിക്കാനുള്ള മാർഗമാണ് പറഞ്ഞു. സന്ധ്യയ്ക്കും രാവിലെ കുറച്ചു നേരം എല്ലാവരും കൂടിയിരുന്ന്, കുടുംബത്തിൽ എല്ലാവരും കൂടിയിരുന്ന് കുറച്ചു നേരം നാമം ജപിച്ചാൽ നമ്മളെ ഗ്രഹമൊക്കെ നന്ദഗ്രഹമായി കഴിഞ്ഞാൽ രാമകൃഷ്ണന്മാരവിടെ ഭാഗവത രാമായണ സാരമാണ്. രാമനും കൃഷ്ണനും നമ്മളെ ഗ്രഹങ്ങളിലൊക്കെ രാമനും കൃഷ്ണനും നൃത്തം വെക്കണമെങ്കിൽ കുറച്ച് നാമം എല്ലാവരും ജപിക്കണമെന്ന് കാണിച്ചു. ഇതാണ് വാസ്തവം. ഈ ഭഗവാനാണ് സവായുധം വിശ്വമോഘലീല സൃജത്യവത്യത്യനസജ്ജതേസ്മിൻ ഭൂതേഷു ചാന്തരിഹിത ആത്മതന്ത്ര ഷഡ്വർഗികം ജിഘ്രതി ഷഡ്ഗുണേശ. ഈ ഭഗവാനാണ് ഈ വിശ്വത്തിൻ്റെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നടത്തുന്നതാണ്. ഭഗവാന്റെ ലീല എന്താന്ന് ചോദിച്ചാൽ സൃഷ്ടിക്കുക, രക്ഷിക്കുക, സംഹരിക്കുക. അത് മൂന്നും ചെയ്യണത് ഭഗവാന്റെ ലീലയാ. ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മളെ ചെറിയ കുട്ടികളൊക്കെ വീട്ടിലൊക്കെ അമ്പലം ഉണ്ടാക്കാറുണ്ട്. കുട്ടിക്കാലത്തിൻ്റെ മാടോടുകൊണ്ട് അമ്പലം ഉണ്ടാക്കും. ഞാൻ ഭഗവാനെ പ്രതിഷ്ഠിക്കും. നമസ്കാരം കഴിഞ്ഞാത്തൊക്കെ പൊട്ടിച്ച് അവർ പോകും. ഇതുപോലെ ഭഗവാൻ തന്നെയാണ് സൃഷ്ടിക്കുന്നതും രക്ഷിക്കുന്നതും സംഹരിക്കുന്നതും. ആ ഭഗവാന്റെ കഥ കേൾക്കണമെന്നല്ലേ പറഞ്ഞത്? അദ്ദേഹധന്യ ഭഗവന്ത യുദ്ധം യദ്വാസുദേവേഖില ലോകനാഥേ കുറുവന്തി സർവാത്മകമാത്മഭാവം നയത്ര ഭൂയ പരിവർത്ത ഉഗ്ര. ഇതാണ് വാസ്തവം ധന്യത. ഇതാണ് യശസ്. ഭഗവാന്റെ കഥ
കേൾക്കാൻ സാധിക്കൽ ഈ ഭഗവാന്റെ കഥകളാണ്, നാമത്തിൻ്റെ കഥകളാണ്. ഇതം ഭാഗവതം നാമപുരാണം ബ്രഹ്മസംഹിതം. നാമത്തിൻ്റെ പുരാണമാണ്, വേദത്തിന് തുല്യമാണ് ശ്രീമദ് ഭാഗവതം. ഇത് നിർമ്മിച്ചത് നിശ്രേയസായ ലോകസ്യ ധന്യം സ്വസ്ത്യയനം മഹൽ. ശ്രേയസ്സിൻ്റെ പരാകാഷ്ഠയെ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേദവ്യാസൻ ഈ ഗ്രന്ഥത്തെ നിർമ്മിച്ചത്. എന്നിട്ട് തൻ്റെ പുത്രനായ ശ്രീശുകന് തദിതംഗ്രാഹയാമാസ സുതം ആത്മവതാം വരം. തന്നേക്കാൾ ശ്രേഷ്ഠനായ തൻ്റെ പുത്രനെയാണിത് ഉപദേശിച്ചത്. അച്ഛനേക്കാൾ ഉയർന്ന ആളാണ്. മകൻ ഉയർന്ന സന്തോഷിക്കുകയോ ചെയ്യുക, വിഷമിക്കുകയോ ചെയ്യുക. മകൻ ഉയർന്നാൽ സന്തോഷിക്കുകയോ ചെയ്യുക, വിഷമിക്കുകയോ ചെയ്യുക. അധികം സന്തോഷാവല്ലേ? അവൻ എന്നെക്കാട്ടിലും ഉയർന്നല്ലേ വിചാരിക്കാറ്. അപ്പോൾ തന്നെക്കാട്ടിലും ഉയർന്നുള്ള തൻ്റെ പുത്രനായ ശ്രീശുകനെയാണ് വേദവ്യാസൻ ഭാഗവതം ഉപദേശിച്ചത്. സർവവേദേതിഹാസാനം സാരം സാരം സമുദ്ധൃതം. സർവവേദ ഇതിഹാസങ്ങളുടെയും സാരമാണ് ശ്രീമദ് ഭാഗവതം. ഇത് ഈ ഉള്ളവനെ കേൾക്കാൻ സാധിച്ചത് മഹാരാജാവ് പരീക്ഷിത്ത് ബ്രാഹ്മണശാപം ഏറ്റ് ഗംഗാതീരത്തേക്ക് പ്രായോപവേശം ചെയ്തു. അവിടേക്ക് ശ്രീശുകൻ എഴുന്നള്ളി ശ്രീമദ് ഭാഗവതം ഉപദേശിക്കുമ്പം പരീക്ഷത്തിനോട് കൂടി ശ്രീമദ് ഭാഗവതം കേൾക്കാൻ ഈ ഉള്ളവനും സാധിച്ചു. പരീക്ഷത്ത് കേട്ട കൂട്ടത്തിൽ കേൾക്കാൻ സാധിച്ചു. മുഴുവൻ കേൾക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് നിശ്ചയില്ല. ഇനി മുഴുവൻ കേട്ടാൽ പറയാൻ പറ്റുമെന്ന് നിശ്ചയില്ല. പുരാണങ്ങളിലെ സൂര്യനാണ് ശ്രീമദ് ഭാഗവതം. സൂര്യവംശത്തിലെ ചന്ദ്രനാണ് ശ്രീരാമൻ. സൂര്യൻ നല്ല സൂര്യവംശത്തിലെ ചന്ദ്രനാണ് ശ്രീരാമനെങ്കിൽ ചന്ദ്രവംശത്തിലെ സൂര്യനാണ്. ചന്ദ്രവംശത്തിലെ ചന്ദ്രനല്ല, ചന്ദ്രവംശത്തിലെ സൂര്യൻ ശ്രീകൃഷ്ണൻ, സൗരവംശത്തിലെ ചന്ദ്രൻ ശ്രീരാമൻ. പുരാണങ്ങളിലെ ചന്ദ്രൻ നല്ല പുരാണോർക്കോധുനോദിത. പുരാണങ്ങളിലെ സൂര്യനാണ് ശ്രീമദ് ഭാഗവതം. ഈ ശ്രീമദ് ഭാഗവതം ശ്രീശുക ബ്രഹ്മർഷി പറയുമ്പം പരീക്ഷത്തിനോട് കൂടി കേൾക്കാൻ സാധിച്ചു. മുഴുവൻ കേട്ടിട്ടുണ്ടോ നിശ്ചയില്ല. ഇനി മുഴുവൻ കേട്ടത് പറയാൻ പറ്റുമെന്ന് നിശ്ചയില്ല. എങ്കിലും എന്നാൽ കഴിയുന്നത് പോലെയെന്നാ സോഹം വസ്രാവയിഷ്യാമി യഥാതീതം യഥാമതി. എന്നാൽ കഴിയുന്നത് പോലെ പറയാം. മുഴുവൻ പറയാമെന്നൊന്നും പറഞ്ഞില്ല, കഴിയുന്നത് പോലെ പറയാം എന്നേ ഇവിടെ സൂതൻ പറഞ്ഞു. അത്രയും മഹാത്മ്യൻ്റെ ഭഗവാന്റെ മഹിമ മുഴുവൻ പറയാൻ ആർക്കും സാധ്യമല്ല. എങ്കിലും കഴിയും പോലെ ശ്രീ ഭഗവാൻ ഗണപതി നമ്മളെ കൊണ്ട് ഭാഗവതം വായിപ്പിച്ച്, നമ്മളെ കൊണ്ട് ഭാഗവതം കേൾപ്പിച്ച്, നമ്മളെ കൊണ്ട് ഭഗവാന്റെ തിരുനാമം കീർത്തിച്ച് ഈ ജീവിതം ധന്യമാക്കാൻ മഹാഗണപതി നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാം ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിക്കുക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.